ലോകമെന്ന വാക്കിന്റെ വിവിധ അർത്ഥങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി. ദൈവവചനത്തില് 4 അർത്ഥങ്ങൾ നമ്മൾ കാണുന്നു. ഒന്നാമത്തെ അർത്ഥം മനുഷ്യരാണ്. ഗ്രീക്ക് ഭാഷയിലെ വാക്കിൽ നിന്നും എടുത്തതാണ്. കോസ്മോസ് എന്ന വാക്കിൽ നിന്നും മനുഷ്യരാശി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. രണ്ടാമത്തെ അർത്ഥം ഭൂമിയാണ്. മൂന്നാമത്തെ അർത്ഥം ഈ പ്രപഞ്ചമാണ്. ദൈവം നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്, 1 യോഹന്നാൻ 2:15 നിങ്ങൾ ലോകത്തെയോ വസ്തുക്കളെയോ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ അവരിൽ പിതാവിന്റെ സ്നേഹം ഉണ്ടായിരിക്കത്തില്ല. യാക്കോബ് ശ്ലീഹ ലേഖനത്തിൽ പറയുന്നു, വിശ്വസ്തത പുലർത്താത്തവരെ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നീ അറിയുന്നില്ലയോ? ആരെങ്കിലും ലോകത്തിന്റെ മിത്രം ആകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ ദൈവത്തിന്റെ ശത്രുവാക്കുന്നു. പരിശുദ്ധാത്മാവിനെ ലോകത്തിന് സ്വീകരിക്കാൻ സാധിക്കയില്ല എന്ന് യോഹന്നാൻ 14:17 പറയുന്നു. യേശുക്രിസ്തു ലോകത്തിന് പ്രാർത്ഥിക്കുന്നില്ല എന്ന് യോഹന്നാൻ 17:9 പറയുന്നു. അപ്പോൾ എന്താണ് ഈ ലോകം എന്ന് നമ്മൾ കഴിഞ്ഞ ടെലകാസ്റ്റിൽ മനസ്സിലാക്കി. ഈ പറയുന്ന ലോകങ്ങൾ മനുഷ്യരോ ഭൂമിയോ പ്രപഞ്ചമോ അല്ല, മറിച്ച് ഇതൊരു സംവിധാനമാണ്. നമ്മളുടെ കണ്ണുകൊണ്ട് കാണുന്ന ഈ ഭൂമിയിൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത ഒരു ആത്മീയ രാജ്യമുണ്ട്, ഒരു സംവിധാനമുണ്ട്. അത് സാത്താൻ ഭരിക്കുന്ന ഒരു ആത്മീയ ലോകമാണ്. എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതിനാൽ ദൈവം ആത്മാവായതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആത്മാവാണ്. ഈ ആത്മാവായ മനുഷ്യനാണ് യഥാർത്ഥ മനുഷ്യൻ. ഒരിക്കലും അവസാനമില്ലാത്ത മനുഷ്യൻ ആത്മീയ മനുഷ്യനാണ്. ഈ ശരീരത്തിൽ നിന്നും എൻ്റെ ആത്മാവ് വേർപെടുമ്പോൾ ഒന്നെങ്കിൽ ദൈവത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക്. ഞാൻ എവിടെയാണ് പോകുക എന്ന ഈ സമയത്ത് ഈ ലോകത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ ഏത് രാജ്യത്തെ തിരഞ്ഞെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ആദിമ മാതാപിതാക്കന്മാരുടെ പാപത്തില് അവരുടെ പാപം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ദൈവത്തിലായി വിളിക്കപ്പെട്ടവർ, യേശുക്രിസ്തുവിൽ ആയിരിക്കുവാൻ വിളിക്കപ്പെട്ടവർ, ജീവന്റെ വൃക്ഷം തന്നെയായ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കേണ്ടവർ, യേശുക്രിസ്തുവിന്റെ വചനമാണ് ഈ ദൈവവചനത്തിൽ ജീവിക്കേണ്ടവർ, തിരസ്കരിച്ച് ദൈവത്തിന്റെ വചനം അവിശ്വസിച്ച് സാത്താൻ പറയുന്ന വചനത്തിൽ വിശ്വസിച്ച് ദൈവത്തെ മല്ലടിച്ച് ദൈവത്തിൽ നിന്നും അകന്നുപോയ നിമിഷം അവർ ആത്മീയമായി മരിച്ചു. ആത്മീയ മരണം എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള വേർപാടാണ്. അങ്ങനെ ദൈവവുമായിട്ട് വേർപെട്ട മനുഷ്യൻ ആത്മാവിൽ മരിച്ചു. അന്നു മുതൽ അവൻ സാത്താന്റെ ശക്തിയുടെ കീഴിലാണ്, സാത്താന്റെ അടിമത്തത്തിലാണ്. അവൻ ഈ ലോകത്തിലാണ് ജനിക്കുക, സാത്താൻ ഭരിക്കുന്ന ഈ ലോകത്തിൽ. അവിടെയാണ് അവന് ദുരിതവും ദുഃഖവും രോഗവും മരണവും പാപവും ശാപവും എല്ലാം അടങ്ങിയത്. ഈ ലോകത്തിലേക്ക് മനുഷ്യനെ രക്ഷിക്കാൻ ദൈവം തിരുമനസ്സായി തന്റെ ഏകജാതനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. മനുഷ്യനായിട്ട് അവതരിച്ച് പിശാചിനെയും രോഗത്തെയും പാപത്തെയും മരണത്തെയും പരാജയപ്പെടുത്തിക്കൊണ്ട് യേശുനാഥൻ ആ കുരിശു മരണത്തിലൂടെ തന്റെ ഉത്ഥാനത്തിൽ വിജയം പ്രാപിച്ചു. ഇന്ന് നമ്മൾ കാണുന്ന ഈ ലോകത്തിൽ യേശുവിന്റെ ഒരു ആത്മീയ ദൈവത്തിന്റെ രാജ്യം, അതേ സമയത്ത് സാത്താന്റെ രാജ്യമുണ്ട്. നമ്മൾ സ്വാഭാവികമായിട്ട് പിറന്നു വീഴുന്നത് സാത്താന്റെ രാജ്യത്തിലാണ്. അവിടെ നിന്ന് ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ നമ്മൾ സ്വതന്ത്ര മനസ്സുപയോഗിച്ച് ദൈവത്തിന്റെ രാജ്യം തിരഞ്ഞെടുക്കണം. ആ തെരഞ്ഞെടുപ്പ് നമ്മൾ നടത്തുന്നത് ദൈവരാജ്യത്തിന്റെ രാജാവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കും. നമ്മൾ എല്ലാവരും ആത്മീയ മനുഷ്യരായതുകൊണ്ട് നമ്മളുടെ ആത്മാവ് യേശുവുമായിട്ട് ഈ സമയം ഐക്യപ്പെട്ടിരിക്കണം. ഈ ഭൂമിയിൽ നമ്മൾ ായിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൽ നമ്മൾ യേശുവുമായിട്ട് ഐക്യപ്പെട്ടിരിക്കുവാൻ. എന്നാൽ യേശുവിന്റെ വചനം അനുസരിക്കാതെ ആ യേശുവിനെ സ്വീകരിക്കാതെ നമുക്ക് ആത്മാവിൽ യേശുവുമായിട്ട് ഐക്യപ്പെട്ടിരിക്കാൻ അസാധ്യം. ഇതുകൊണ്ടാണ് രക്ഷ ഇവിടെയാണ്. അത് ദൈവത്തിന്റെ ദാനമാണ്, അത് ദൈവത്തിന്റെ കൃപയാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി കൃപയാൽ രക്ഷിക്കപ്പെടുന്നത് എന്ന് നമ്മൾ എഫേസ്യോസ് 2:8-9 കഴിഞ്ഞ ഒരു ടെലകാസ്റ്റിൽ കേട്ടു. അപ്പോൾ ഈ ലോകം നിയന്ത്രിച്ച ആത്മീയ രാജാവാണ് സാത്താനായ രാജാവ്. യോഹന്നാൻ 12:31 യേശു തന്നെ അവനെ വിളിക്കുന്നത് ഈ ലോകത്തിന്റെ രാജാവെന്ന. ഈ ലോകത്തിന്റെ രാജാവിൽ നിന്നും അവന്റെ അടിമത്തത്തിൽ നിന്നും നമുക്ക് മോചനം പ്രാപിച്ച് യേശുവിന്റെ രാജ്യത്തിൽ കടന്നു വരുന്നതാണ് രക്ഷ. ഈ രാജ്യം, ഈ ലോകം, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഈ ഭൂമിയും ഈ ഭൂമിയിലുള്ള വസ്തുക്കളും ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരും സാത്താന്റെ ശക്തി ത്തിലാണെന്ന് 1 യോഹന്നാൻ 5:19 പറയുന്നുണ്ട്. 1 യോഹന്നാൻ 5:19 വായിച്ചാൽ കാണാം, ഈ ലോകം മുഴുവനും സാത്താന്റെ വലയത്തിലാണ്. എന്താണ് ഈ ലോകം? കണ്ണുകൊണ്ട് കാണുന്ന ഈ മനുഷ്യരാണ്, ഭൂമിയാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത ഒരു ലോകം സാത്താന്റെ സംവിധാനം അടക്കി ഭരിക്കുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പിറന്നു വീഴുക. ശാരീരികമായിട്ട് നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും, സൽപ്രവൃത്തികൾ ചെയ്യുവാൻ, നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ സാധിക്കും, വേണ്ടി ജീവിക്കുമെന്ന് വിചാരിക്കാം, മനുഷ്യർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കാം. എന്നാൽ നമ്മളുടെ ആത്മാവ് യേശുവുമായിട്ട് ഐക്യപ്പെടണമെങ്കിൽ നമ്മൾ ബോധപൂർവം ഈ വചനം കേട്ട് ഈ വചനത്തിൽ വിശ്വസിച്ച് ഈ വചനം അംഗീകരിച്ച് ഈ വചനത്തിൽ ആശ്രയിച്ച് യേശുക്രിസ്തുവിൽ ജീവിക്കുമ്പോൾ ദൈവരാജ്യത്തിലായിരിക്കുക.